ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സാലറി തന്നെയാണ്. ബാക്കിയുള്ള കൺട്രിയിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു കോൾഡ് ക്ലൈമറ്റ് ആണ്. ഇപ്പം നമ്മൾ പ്രായമായി വരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും ഒക്കെ അവർക്ക് അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് അല്ല. മെയിനായിട്ട് ഈ പറഞ്ഞ കൺട്രീസിൽ നിന്നൊക്കെ മൈഗ്രേഷൻ നടക്കുന്നതിൻ്റെ റീസൺ സാലറിയും ക്ലൈമറ്റും അതിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേയ്സിലൊക്കെ ഡബിൾ സാലറിയാണ്. നമ്മൾ കാൻഡിഡേറ്റ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് UK-ന്നും അയർലൻഡിൽ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന ഒരുപാട് നഴ്സസിനെ ഞാൻ കാണാറുണ്ട്. അതിൽ പകുതി ആളുകളും ഓൾറെഡി സിറ്റിസൺഷിപ്പൊക്കെ കിട്ടി എല്ലാ ബെനിഫിറ്റ്സും അവർക്കുള്ള കാൻഡിഡേറ്റ്സാണ്. ഇവരിനി ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓൾമോസ്റ്റ് ഉള്ളൊരു സേഫ് സോണിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച് അവർക്ക് ഇനി സിറ്റിസൺഷിപ്പ് കിട്ടാനായിട്ട് വൺസ് ഓസ്ട്രേലിയ എത്തിക്കഴിഞ്ഞാൽ ഒരു 5 ഇയേഴ്സ് പിന്നെയും സ്പെൻഡ് ചെയ്യണം. അത്ര പോലും റിസ്ക് എടുത്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നഴ്സസ് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. ഈ ഓസ്ട്രേലിയ എന്ന് പറയുന്ന കൺട്രിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് സാലറി തന്നെയാണ്. ഈ പറഞ്ഞ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ അത്യാവശ്യം നല്ല സാലറി ഉണ്ടെങ്കിലും അവർക്ക് കൂടുതൽ പെനാൽറ്റീസും കാര്യങ്ങളും, പെനാൽറ്റീസ് എന്ന് പറയുമ്പോഴേക്കും അഡീഷണൽ അവർ അവേഴ്സിന് വർക്ക് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഓരോ അവേഴ്സിന് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കൺട്രീനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് കൂടുതൽ സാലറി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോഴേക്കും പറഞ്ഞില്ലേ, നമ്മുടെ ഒരു കാൻഡിഡേറ്റിന് $49 പെർ അവർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ പ്ലേസ്ഡ് ആയപ്പോഴേക്കും. അത് സാധാരണ ഒരു നേഴ്സാണ്. നമ്മുടെ നാട്ടിലും GCC കൺട്രിയിലും വർക്ക് എക്സ്പീരിയൻസ് ഉള്ളൊരു നേഴ്സാണ്. അതേസമയം UK, അയർലൻഡ്, കാനഡ പോലുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സസ് ആണെങ്കിൽ അവർക്ക് വലിയ എമൗണ്ട് തന്നെയാണ്, മോർ ദാൻ 50 അല്ലെങ്കിൽ $52 ഓസ്ട്രേലിയൻ ഡോളറൊക്കെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, കൂടുതലും വേറൊരു റീസൺ കണ്ടുവരുന്നത് ക്ലൈമറ്റ് ഒരു കാര്യമാണ്. ബാക്കിയുള്ള കൺട്രിയിൽ എന്ന് പറയുമ്പോഴേക്കും ഒരു കോൾഡ് ക്ലൈമറ്റ് ആണ്. ഇപ്പം നമ്മൾ പ്രായമായി വരുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിലും ഒക്കെ അവർക്ക് അത്ര അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് അല്ല. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് വൈസ് ഓക്കെയാണ്. നമ്മുടെ ഇന്ത്യ ആയിട്ട് ഏകദേശം അടുത്ത് നിൽക്കുന്ന ഒരു ക്ലൈമറ്റ് ഉള്ള കൺട്രിയാണ്. എല്ലാ സ്ഥലവും ഇന്ത്യൻ ക്ലൈമറ്റ് പോലെയാണെന്നല്ല, എന്നാലും ഇപ്പോൾ ക്വീൻസ്ലാൻഡ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് ഈ പറഞ്ഞ കൺട്രീസിൽ നിന്നൊക്കെ മൈഗ്രേഷൻ നടക്കുന്നതിൻ്റെ റീസൺ സാലറിയും ക്ലൈമറ്റും അതിൻ്റെ ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ബാക്കിയുള്ള കൺട്രിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം വൈഫ് നേഴ്സാണെന്ന് വയ്ക്കുക. അപ്പോൾ ഈ നേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡായിരിക്കും കുട്ടികളെ നോക്കുക. പിന്നെ അവർക്ക് ഓഫുള്ള സമയത്ത്, നേഴ്സിന് ഓഫുള്ള സമയത്ത് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകുന്നു, കെയറായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. സോ കൂടുതൽ ആളുകളും അങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഫാമിലി ആയിട്ടുള്ളൊരു ടൈം കുറവായിരിക്കും. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, 8 hours ഷിഫ്റ്റാണ്. ഇപ്പോൾ നഴ്സ് ഡ്യൂട്ടിക്ക് പോയിട്ട് തിരിച്ച് വന്നാലും അവർക്ക് കുട്ടികളുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഹോളിഡേയ്സിൽ അല്ലെങ്കിൽ നാഷണൽ ഹോളിഡേയ്സിലൊക്കെ ഡബിൾ സാലറിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെനാൽറ്റീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് അഡീഷണൽ പേയ്മെൻറ്റ് ഉണ്ടാവും. ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്ന സമയത്ത് അഡീഷണൽ പേയ്മെൻറ്റ് ഉണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ സ്വന്തം സിസ്റ്റർ കേരളത്തിലൊരു വലിയ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് സ്റ്റാഫ് നേഴ്സായിട്ട്. ആളുടെ കാര്യങ്ങൾ ഞാനുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവരുടെ ഷിഫ്റ്റും ബാക്കി വർക്കിംഗ് സ്റ്റൈലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ടൈമിൽ പോലും അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാറില്ല. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിന് പ്രോപ്പറായിട്ട് ആ സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റാറില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓസ്ട്രേലിയ ആണെങ്കിൽ അങ്ങനെയല്ല. അവർക്ക് ആ ഒരു ബ്രേക്ക്, ½ an hour ബ്രേക്ക് ഉണ്ടെങ്കിൽ ആ ബ്രേക്ക് അവർക്ക് എടുക്കാം. അതെന്തായാലും അവർക്ക് എടുക്കാൻ പറ്റുന്ന ബ്രേക്കാണ്. പിന്നെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വർക്കിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓസ്ട്രേലിയ ഭയങ്കര റിലീഫായിട്ടുള്ളൊരു കൺട്രി തന്നെയാണ്. ഇപ്പോൾ UK, അയർലൻഡ്, കാനഡ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ഓസ്ട്രേലിയൻ സിറ്റിസൺസ് അല്ലെങ്കിൽ അവിടെ ഉള്ള ആളുകളെ നോക്കുവാണെങ്കിൽ നഴ്സിംഗ് എന്ന് പറയുന്ന പ്രൊഫഷനോട് അവർക്ക് അത്രയും അങ്ങ് താല്പര്യമില്ല. അത് തന്നെയാണ് ഓസ്ട്രേലിയയിൽ ഈ നഴ്സിംഗ് ജോബിനെ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് നഴ്സിനെ നമ്മൾ സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിൽ പെടാൻ കാരണവും ഇവർക്ക് അവിടെ ഡൊമസ്റ്റിക്കലി ഈ ഒരു പർട്ടിക്കുലർ ജോബ് റോളിന് വേണ്ടിയിട്ട് കിട്ടുന്ന ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടുത്തെ അബോറിജിനൽസ്, അവിടെ ജനിച്ച് വളർന്ന ആളുകൾ ഈ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ഒന്നും പഠിക്കാറില്ല. ഇപ്പം കുറച്ച് പേര് അത് എടുത്ത് വരുന്നുണ്ട്, ബാച്ചിലർ ഓഫ് നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവരാരും ആ ഒരു ക്വാളിഫിക്കേഷൻ എടുക്കാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട്, പോപ്പുലേഷൻ ഉണ്ട്, വലിയൊരു കൺട്രിയാണ്. സോ അവരുടെ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നീഡ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിനെ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ
അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സ് അവർ കംപ്ലീറ്റ് ചെയ്യണം. ആപ്ര എന്ന് പറയുന്ന നഴ്സിംഗ് ബോർഡ് ഐക്യുഎൻഎംസിനെ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നഴ്സിംഗ് ബോർഡാണ്. അവർ രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ട് അത് എങ്ങനെ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് നഴ്സസിന് അച്ചീവ് ചെയ്യാം അങ്ങനത്തെ എല്ലാ ഗൈഡൻസും അവരുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഐക്യുഎൻഎംസിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺട്രി വേറെ ഇല്ലയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ ഇത് കൂടാതെ ഓസ്ട്രേലിയ ഒരു ഡെസ്റ്റിനേഷൻ ആക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നതിൻ്റെ വേറൊരു റീസണാണ് മൈഗ്രേഷൻ, അല്ലേ? മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇതിനകത്ത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ജോബ് കിട്ടി സെറ്റിലാവുക എന്നുള്ളതാണ് എല്ലാവരുടെയും സ്വപ്നം. സെറ്റിലാവണം ഇൻ ദ സെൻസ് PR കിട്ടണം അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടണം എന്നാണ്. ഇപ്പോൾ ഫാമിലി ആയിട്ട് PR ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വേറെ കൺട്രി ഇപ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ അവരുടെ സ്പൗസിന് ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണ്? സാധാരണ നേഴ്സിൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ചെയ്യുന്നത് കെയറായിട്ടൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ UK കാര്യം തന്നെ എടുക്കാം. UK നേഴ്സ് പോയാൽ ഒരു 98% നേഴ്സിൻ്റെ സ്പൗസും വർക്ക് ചെയ്യുന്നത് കെയറായിട്ടാണ്. പക്ഷേ ഓസ്ട്രേലിയ അങ്ങനെയല്ല. ഓസ്ട്രേലിയയിൽ സ്പൗസിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ജോബ്സ് വർക്ക് ചെയ്യുന്ന ഒത്തിരി ആളുകളുണ്ട്. IT പ്രൊഫഷണൽസ്, എൻജിനീയേഴ്സ്, ഇപ്പം MBA കഴിഞ്ഞ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവരുടെ ജോബ്, അക്കൗണ്ടൻസ്, അങ്ങനെ വെറൈറ്റി ഓഫ് ജോബ് ഓപ്പർച്യൂണിറ്റി ഓസ്ട്രേലിയയിലുണ്ട്. അപ്പം അതും കൂടി ഇതിൻ്റെ ഒരു റീസണാണ് ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്. ഇപ്പം വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുവാണെങ്കിൽ, സപ്പോസ് ഇപ്പം ഒരു മെഡിക്കൽ ആയിട്ടുള്ള കോഴ്സാണ് ഒരാൾ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ ആൾക്ക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷനോടാണ് താല്പര്യം. പ്രൈമറി ആപ്ലിക്കൻ്റ് വൈഫ് ആണെങ്കിൽ പോലും ഇപ്പം ഈ മെഡിക്കൽ പ്രൊഫഷൻ പഠിച്ച ഒരാൾക്ക് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലിയാണ് ചെയ്യാൻ താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഫുൾ ടൈം വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും അവൈലബിൾ ആണ്. അതെ, അതാണ് ഓസ്ട്രേലിയക്ക് ഇപ്പോൾ ഏത് തരത്തിലുള്ള വർക്ക് ആണെങ്കിലും അവിടെ അവൈലബിൾ ആണ്. അത് നമ്മൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ അത്രയും ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ട്. അപ്പോൾ PR കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ നഴ്സസ് സ്കിൽ ഷോർട്ടേജ് ലിസ്റ്റിലുള്ളതും കൂടി കാരണം കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് PR കിട്ടും. ഇപ്പം ബാക്കിയുള്ള പ്രൊഫഷനെ വെച്ച് നോക്കുമ്പോൾ ഒരു 90-95 പോയിൻറ്റ്സ് ഉണ്ടെങ്കിലൊക്കെയാണ് PR പെട്ടെന്ന് കിട്ടുക. പക്ഷേ ഒരു നഴ്സിനാണെങ്കിൽ മിനിമം 65 പോയിൻറ്റ്സ് മതി. ഇപ്പം നഴ്സിന് മാത്രമല്ല ഏത് പ്രൊഫഷനാണെങ്കിലും 65 പോയിൻറ്റ്സ് മതി. രജിസ്റ്റേർഡ് നഴ്സിനാണെങ്കിൽ അവർക്കൊരു 65 to 70 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഇടാൻ സാധിക്കും. PR കിട്ടാനുള്ള ചാൻസസും ഉണ്ട്. ഇപ്പോൾ കൂടി പോയി കഴിഞ്ഞാൽ ഒരു 75 അതിനുള്ളിൽ സ്കോറുള്ള ആളുകളാണെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 18 മന്ത്സിനുള്ളിൽ PR കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം സ്റ്റേറ്റ് ആൻഡ് റീജിയണൽ നോമിനേഷനൊക്കെയാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അഡീഷണൽ പോയിൻറ്റ്സ് നോമിനേറ്റഡ് കാറ്റഗറി ആയതുകൊണ്ട് തന്നെ അതും ആഡ് ഓൺ ചെയ്ത് കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരു 70 പോയിൻറ്റ്സ് ഉള്ള ഒരാൾക്കാണെങ്കിൽ 75 up to 85 വരെ പോയിൻറ്റ്സ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഇൻ ദാറ്റ് വേ നമുക്ക് PR വേഗം കിട്ടാനും എളുപ്പമായിരിക്കും. ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള വേറൊരു റീസണാണ് സ്പോൺസർഷിപ്പ്. സ്പോൺസർഷിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു രജിസ്റ്റേർഡ് നഴ്സ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവരത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു എംപ്ലോയർ അവർക്ക് വേണ്ടിയിട്ടുള്ള പേയ്മെൻറ്റ് ലൈക്ക് വിസയുടെ ചാർജ് ആയിക്കോട്ടെ, ലോയറിൻ്റെ പേയ്മെൻറ്റ് ആയിക്കോട്ടെ, ടിക്കറ്റ് ചാർജസ് ആയിക്കോട്ടെ, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ അതും ഒരു റീസണാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതിന്. ഇപ്പം നമ്മൾ റീസെൻ്റ്ലി നമ്മുടെ പോയ കാൻഡിഡേറ്റ്സിന് $15,000 റീലൊക്കേഷൻ പാക്കേജായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അതിന് മുമ്പ് പോയ കാൻഡിഡേറ്റ്സിനാണെങ്കിലും ഒരു $9,000 മുതൽ അങ്ങോട്ട് റീലൊക്കേഷൻ പാക്കേജ് കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഓസ്ട്രേലിയയിൽ പോയി സെറ്റിലായി അവരവിടുത്തെ ഒരു ലൈഫ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ അവരാരും പിന്നെ നാട്ടിലോ വേറൊരു കൺട്രിയിലേക്കോ തിരിച്ചു പോയി സെറ്റിലായതായിട്ട് നമുക്ക് അറിയില്ല, അല്ലേ? പോയ ആളുകൾക്കൊക്കെ അവിടെ തന്നെ സെറ്റിലാവണം അല്ലെങ്കിൽ അവിടെ തന്നെ അവരുടെ ബാക്കിയുള്ള ലൈഫ് സ്പെൻഡ് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അത്രയും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനും ബാക്കിയുള്ള പ്രൊഫഷണൽസിന് അത്രയും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കൺട്രിയും കൂടിയാണ് ഓസ്ട്രേലിയ.